ചെവിയിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു, എന്തോ പറയുന്ന പോലെ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്നാ ശരി. യമുനയാற்றிലെ നീരക്കാട്ടിലെ കണ്ണനോട് സിബിൻ ചേട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഇൻസ്റ്റയിലാണ്. അത് ഞാൻ കണ്ടതല്ല, എനിക്ക് അയച്ചു തന്നതാണ്. എനിക്കെൻ്റെ കുട്ടി അയച്ചു തന്നെയാണ്. അയച്ചു തന്നിട്ട് പറയാം, ചേട്ടാ ഈ പോസ്റ്റിൻ്റെ കാര്യം ഒന്ന് ചോദിക്കുക, പിന്നെ ആ ചേട്ടൻ ഫുഡ് കഴിച്ചോ, ഹെൽത്തൊക്കെ നല്ല രീതിയാണെന്നൊക്കെ. ഇതിപ്പോൾ എൻ്റെ ജോലിയാണ്. ഇതിപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എന്നോടാ ചോദിക്കുന്നത്, ഇതൊക്കെ നോക്കുന്നൊക്കെ എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നത്. കാരണം അറിയാമല്ലോ, കാരണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഒന്ന് റെഡിയാണ്. ഞാൻ BB ഹൗസിലായിരുന്നപ്പോൾ പുറത്തിരുന്ന് എന്നെക്കുറിച്ച് എഴുതി പോസ്റ്റ് ഇട്ടു കളിച്ച് ഓരോരുത്തരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഗെയിമിനെ നീ പറഞ്ഞു ഞാൻ സഹിക്കും, അല്ലാതെ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നീ അടിക്കണ്ട. എനിക്കറിയാം കാര്യങ്ങൾ. താൻ ഭാര്യയെ സംരക്ഷിച്ചോളൂ, വോട്ട് പിടിച്ചോളൂ, പക്ഷെ അത് എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ടെണ്ണ. നിനക്കുള്ള പരിപ്പോടിയും ചായയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ തന്നേക്കാം. അപ്പോൾ ഈ പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു ലൈവ് കാണുന്നത്. ലൈവും എനിക്ക് ഇട്ട് തന്നെയാണ്. ലൈവ് കണ്ടു കഴിഞ്ഞപ്പം വേര് തപ്പിപ്പോയപ്പോഴാണ് യമുന റാണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടു. സിബിൻ നല്ലൊരു ഗെയിമറായിരുന്നു. ഞാൻ ഇതിന് മുന്നേ 1-2 ഇന്റർവ്യൂസ് കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഗെയിം ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു രസമുണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സിബിൻ വന്നപ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരാളാണ്. നന്നായിട്ട് സിബിൻ ടോട്ടലി ഗെയിമിനെ ചേഞ്ച് ചെയ്തു. സിബിൻ ആ ഒരു നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഗെയിം ടോട്ടലി ഒന്ന് മാറി നല്ല രസമായിട്ട് ആ കളി പോയായിരുന്നു. അപ്പം ഞാൻ തന്നെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ചിലപ്പോൾ കപ്പൊക്കെ ചിലപ്പോൾ സിബിന് തന്നെ ചിലപ്പോൾ പോവും, ജിൻഡോയും സിബിനും ഒക്കെ ആയിരിക്കും ടോപ്പ് 5 വരുന്നതെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എപ്പിസോഡ്സ് എന്താ പറയാ, ആ ഒരു മൈൻഡ് ഡൗൺ ആയിട്ട് കാണിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് എപ്പിസോഡ്സ് കണ്ടത്. അന്ന് ആ സമയത്ത് ലാലേട്ടൻ വന്ന് സിബിനെ ഭയങ്കരമായിട്ട് എന്താ കുറ്റപ്പെടുത്തിയൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സിബിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അങ്ങ്. അത് കഴിഞ്ഞ് സിബിൻ കാണിച്ച ഒരു കുറെ കാര്യങ്ങളുണ്ട്, നമ്മളെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. എനിക്ക് പുറത്തു പോകണം, ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, എന്റെ ചെവിയിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു, എന്തോ പറയുന്ന പോലെ തോന്നുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക ലൈവായിട്ട് അതൊക്കെ. അപ്പം അത്രയും ഇത് ആയി പോണം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ സിബിൻ തന്നെയാണ് അതവിടെ ഇതായിട്ട്. സിബിൻ പക്ഷെ അവിടെ ബോൾഡായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ ഒരു ഇന്റർവ്യൂ കുറച്ച് ദിവസം മുന്നേ കൊടുത്തപ്പോഴും സിബിൻ അപ്പം ഇത്രയും പ്രശ്നം പുറത്തേക്ക് ഇത് ഇത്രയും ആയിട്ടില്ല. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് പക്ഷേ ഇതുവരെ പബ്ലിഷ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിബിൻ പുറത്തെ ജനങ്ങളുടെ സപ്പോർട്ട് മനസ്സിലാക്കി സിബിൻ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഡൗൺ ആയി നിൽക്കുന്ന മാറി സിബിൻ ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു. പക്ഷെ സിബിൻ അപ്പോഴും പറയുന്നുണ്ട്, സിബിൻ അല്ല അവിടുന്ന് പോകണമെന്ന് പറഞ്ഞ ഒരാളല്ല സിബിനെ പുറത്താക്കിയത്. അപ്പൊ അതൊരു പ്ലാനിങ് ആയിരുന്നു എന്നാണോ? പുറത്തിറങ്ങിയിട്ടല്ലേ സിബിൻ അത് പറഞ്ഞേ? ഉള്ളിൽ സിബിൻ കാണിച്ച ആ ഒരു എന്താ പറയാ മൈൻഡ് ഡൗൺ ആയിട്ട് സിബിൻ കാണിച്ച കുറച്ച് വിഷമാവസ്ഥകളുണ്ട് സിബിൻ കടന്നുപോയ ആ ഒരു സിറ്റുവേഷനിൽ. നമുക്കത് അറിയില്ല, നമ്മൾ ഈ കാണുന്ന ചിലപ്പം കുറച്ച് മാത്രമേ കാണാം, അതിലും കൂടുതൽ സിബിൻ അവിടെ വിഷമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി എന്റെ ഹസ്ബൻഡ് പറയുന്നത്, ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ രീതിയിൽ ഒരാൾ വന്ന് നമ്മുടെ ചെവിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, തലയ്ക്കകത്തിരുന്ന് ആരോ പറയുന്നു, ഈ രീതിയിലൊക്കെ പറയുന്ന വ്യക്തികളെ പിന്നെ അവിടെ നമ്മൾക്ക് ഗെയിമിൽ വെച്ചുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് പോട്ടേന്ന് നിസ്സാരമായി വിട്ടിട്ട് പിന്നെയും ഗെയിമിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലും വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരെ തന്നെ ഈ ഗെയിമിന്റെ എന്താ പറയാ ബിഗ് ബോസിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സിബിനെ പുറത്ത് അവർ വിട്ടതെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞു. അതാണ് എനിക്കും അത് സത്യം പറഞ്ഞ സിബിൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് സിബിൻ വരാൻ ആഗ്രഹിച്ചില്ല, അവർ പറഞ്ഞു വിട്ടതാണെന്ന് സിബിൻ പറയുന്നു. പക്ഷെ നമ്മൾ ലൈവിൽ കണ്ടത് സിബിൻ പോണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മൈക്കൊക്കെ ഊരി മാറ്റിയിട്ടൊക്കെ വന്ന് ഇന്ന് മാറിയ മൂലയിലൊക്കെ പോയിരുന്നും പുറത്തിറങ്ങിയ ഇറങ്ങുന്ന എൻട്രൻസിലൊക്കെ വന്നിരുന്ന വിഷമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഹസ്ബൻഡ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്ന എപ്പിസോഡ് സമയത്ത് ആണ് സിബിന് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ആ സിബിന് ഇങ്ങനെ ആയിരുന്നു. അതിനകത്ത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ ആ ഒരു സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചതാരാ? അപ്പം നിങ്ങൾ പറയുന്ന ആ സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചതാരാ? അതേ രീതിയിലത്തെ ഇതായിരുന്നല്ലോ അവിടെ നടന്നത്.
പവർ റൂമിൽ നിന്ന് മാറ്റുന്ന, ഗെയിം പോലും കളിക്കാൻ പോലും ഒരു കൂട്ടാക്കിയിട്ടുള്ള ഒരു ഗെയിം പോലും, പറഞ്ഞാൽ മനസ്സിലായ ഒരു ഗെയിം പോലും അങ്ങനെ. പിന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിയത്തില്ല. അവർ ഹസ്ബൻഡിനെ പോലെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ അതറിയാവുന്നവർ, നിങ്ങൾക്കറിയാവുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കാര്യങ്ങളും അറിയാം. ഈ യമുനയുടെ ഹസ്ബൻഡ് പറയുന്നതിന് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ തന്നെ. ചില സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയപ്പോൾ എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായ സമയത്ത് എനിക്ക് ഇതുകൂട്ടൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ടെൻഷൻ അടിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കിടന്ന് കരയും. എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുള്ളതാണ്. കുടിക്കുന്നവനാണെങ്കിൽ കുടിച്ചിട്ട് കിടക്കാം, വലിക്കുന്നവനാണെങ്കിൽ വലിച്ചിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കാം. ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അവസ്ഥ അത് കരഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. അനുഭവമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനിവിടെ ആരെയും വിളിപ്പിക്കാനോ ഒന്നും വന്നതൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ മനസ്സിൽ ചിലൊരു കാര്യം, ഓക്കെ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചില്ല, അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, എൻ്റെ ഈ വീഡിയോയുടെ തുടക്കത്തെ കുറച്ച് ലൈവ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. രാത്രി ബിബിയുടെ കാര്യം സംസാരിക്കാൻ വരുമ്പം സംസാരിക്കാൻ ഞാൻ പറയും, എല്ലാവർക്കും നിർബന്ധിച്ചോളം മാത്രം. ചിലപ്പോൾ എൻ്റെ കണ്ണ് കലങ്ങിയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഇതായിരിക്കാം, എൻ്റെ ബുദ്ധിമുട്ടുകളും മൈൻഡുകളൊക്കെ പെട്ടെന്ന് മാറും. ഞാൻ ടെൻഷൻ അടിക്കും, ചിലപ്പോൾ ലൈവിൽ നിന്ന് പോവും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലൈവ് വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിനു മുമ്പ് എല്ലാം കൂടി ഇങ്ങനൊരു അതെന്തെങ്കിലും ആട്ടെ. അപ്പം അങ്ങനെ ഒരാൾ ബിബിയിൽ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവർ തമ്മിൽ നേരത്തെ പരിചയം എങ്ങോട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് സിം ചേട്ടൻ്റെ ഒരു ലൈവ് ഉണ്ട്, ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് തരാം. അതിൽ പറയുന്നുണ്ട് ആ ചേട്ടൻ്റെ വസന്തകാലവും അടയിരിക്കാൻ പോയ ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും ആട്ടെ. അത് വിരിഞ്ഞോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതും കൂടെ ചേട്ടൻ്റെ ലൈവ് ഒന്ന് ഞാൻ വെച്ച് തരാം. മീൻസ് ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. സിബിനാണ്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ? അപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു 3-4 ദിവസം മുന്നേയും ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ അടിച്ചിറക്കി വിട്ട ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഞാൻ കയറുന്നതിന് തൊട്ട് തലേദിവസം ഇവരെടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എല്ലാവരും. ഞാൻ പിന്നെ മനക്കെട്ടില്ലാതെ ഇറങ്ങി വന്നതാണല്ലോ, എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നാണല്ലോ. ഇവരിറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടെ. അപ്പൊ ഇവര് ഇങ്ങനെ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് കേട്ടോ. മുക്കിന് മൂലയിൽ ഫ്ലക്സ്, ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ്, ഒരു ക്യാമറ കണ്ട് അപ്പൊ അവിടെ വരുന്ന ഇന്റർവ്യൂ കൊടുക്കും. അപ്പൊ ഇവരുടെ ഭർത്താവും കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം അതിൽ എന്നെ കുറിച്ച് ഇവർ പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു. അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ, അതിനെക്കുറിച്ചൊക്കെ ഇവര് ഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത്, എന്തോ ഇയാൾ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാ, എന്താ സൈക്കോളജിസ്റ്റാ, സൈക്കാട്രിസ്റ്റ്, മേക്കാട് പണി, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പല പണി ഇയാൾക്കുണ്ട്. ഇത് എനിക്കറിയാം. പുള്ളി ഓരോ സമയത്ത് ഓരോ ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം. ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി. ഇപ്പൊ പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളി കുറെ ഒബ്സർവേഷൻസ് നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒബ്സർവ് ചെയ്തിട്ട്, നമ്മൾ സൈക്കോളജിസ്റ്റ് ഒക്കെ വീഡിയോ കണ്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോൾ ഞാനില്ലായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ പേഴ്സണലി അറിയില്ല, നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല, ഇൻ ആൻഡ് ഔട്ടോ, എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ, ഹൗസ് മേറ്റ്സിനെ കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ എവിടെയോ പോയി ഇന്റർവ്യൂടെ എന്തിനോ ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നെ കുറിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറഞ്ഞു ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റ് അണ്ണന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് എന്നെ കുറിച്ച് പറയില്ല. കാര്യം എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേര്, നമ്മൾ വേറൊരു ചാനലിൽ നിങ്ങളൊരു കപ്പിൾ ഷോ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ ക്രിയേറ്റീവ് ടീമിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറി നിന്ന് സംസാരിക്കുമ്പോഴും, നിങ്ങളല്ല നമ്മുടെ ക്രിയേറ്റീവ് ടീമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണലായിട്ട് ഇദ്ദേഹമൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ ജെയിൻ ചേട്ടാ? വെറുതെ എന്നെ കൊണ്ട് ജെയിൻ ചേട്ടന്റെ കോഴിക്കഥകൾ പറയിപ്പിക്കരുത്. വലിയ ഞാൻ പറയുന്നില്ല അണ്ണ. അപ്പോ എന്നെ വിട്ടേക്ക്. നിങ്ങൾ എന്തോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എന്നെ വിട്. അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്നാ ശരി. യമുനയാற்றிലെ നീരക്കാട്ടിലെ കണ്ണനോട് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ഈ സംഭവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറഞ്ഞതിൻ്റെ ഒരു മറുപടിയാണ് അദ്ദേഹം ലൈവ് ഇട്ടത്. വെറുതെ ഇപ്പോൾ കുറേ പേര് അല്ലാതെ വന്ന് ചോദിച്ചു, കുറേ പേരെന്നല്ല, ഒരു 3 പേര് എന്നോട് ചോദിച്ചു, ഇന്ന പോലാണല്ലോ, ഇനി നിനക്കെതിരെ വല്ലതും ആണോ? ഞാൻ പറഞ്ഞ് വട്ടത്തിലൊന്നും പറയാം, നിങ്ങൾ മൊത്തം കാണും. ഒരു കാര്യം ഉണ്ടെങ്കിൽ പാതിക്കിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ പാതി കണ്ടുള്ള അമ്മച്ചി നിനക്കെതിരെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും അല്ല, അതൊക്കെ കഴിഞ്ഞ കേസ് കേട്ടാണ്, ഇനി അത് കുത്തിക്കൊണ്ട് വരില്ലേ എന്ന് പറഞ്ഞു.
ഇത് കാണുന്നവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പറ. നിങ്ങൾക്ക് കൂട്ടത്തിൽ വിവരമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ ജനങ്ങൾക്ക് വിട്ട് തരുമോ? മീൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടും. പിന്നെ ഇവര് ചവറ് കൊടുത്ത് ഞാൻ നോക്കുന്ന ഒരു 5-6 ഇന്റർവ്യൂ ഇവർ കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴേ അങ്ങ്. പക്ഷേ ഇതിനകത്ത് ഈ സംസാരിക്കുന്ന കോൺഫിഡൻസും ഈ കാര്യങ്ങളും ഒക്കെ ബി കാണിച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ടോപ്പ് 5-ലെങ്കിലും എത്തിയാനെ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം എന്നോട് 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചതിൻ്റെ ഒരു ഇതിലാണ് ഞാനിത് ചെയ്തത്. ഇന്ന കാരണം കൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഓക്കെ.